സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷ പരിപാടികൾക്ക് ഇന്ന് അവസാനമാവുകയാണ്. എന്തായാലും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി കനകക്കുന്നിലെ പരിപാടികൾക്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. എന്തായാലും മന്ത്രിയോട് തന്നെ എങ്ങനെയാണ് കഴിഞ്ഞ ഓണക്കാലത്തിൽ നിന്ന് ഇക്കാലത്തെ ഓണാഘോഷങ്ങൾ വ്യത്യസ്തമായിരുന്നു എന്നുള്ള അഭിപ്രായങ്ങൾ തേടാൻ എങ്ങനെയുണ്ടായിരുന്നു? ഇപ്രാവശ്യം വളരെ ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിലുള്ള ഒരു ഓണാഘോഷമാണ് സംസ്ഥാന ഗവൺമെൻറ് സംഘടിപ്പിക്കപ്പെട്ടത്. 33 കേന്ദ്രങ്ങളിലായിട്ടുള്ള കലാപരിപാടികളുണ്ടായിരുന്നു. ആർക്കും തന്നെ ഒരു പരാതിയോ പരിഭവോ ഇല്ലായിരുന്നു. 10,000-ഓളം വരുന്ന കലാകാരന്മാർ പങ്കെടുത്തിരുന്നു. അതിൽ 3,000-ഓളം വരുന്ന പാരമ്പര്യ രീതിയിലുള്ള കലാകാരന്മാരാണ് പങ്കെടുത്തിരുന്നത്. എന്തായാലും ഒരു പോലീസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് എല്ലാ വേദികളിലും ഇലുമിനേഷനൊക്കെ കൂടെ കാണുന്നതിന് വേണ്ടി 10 ലക്ഷത്തോളം വരുന്ന ആൾക്കാർ വന്ന് പോയിട്ടുണ്ടാവാം. ഒരു ചെറിയ പരാതി പോലും പോലീസിന് അതിനെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയാൻ വേണ്ടി പറ്റുന്നത്. അത് ഈ ഗവൺമെൻറ്റിനുള്ള ഒരു പിന്തുണയായിട്ട് തന്നെ ഞങ്ങൾ ഇതിനെ കാണുകയാണ്. ഇന്ന് കൃത്യം 4 മണിക്ക് തന്നെ ബഹുമാനപ്പെട്ട ഗവർണർ വെള്ളയമ്പലത്ത് എത്തിച്ചേരും. അദ്ദേഹം കൃത്യം 4 മണിക്ക് തന്നെ ഉദ്ഘാടനം ചെയ്യും. അത് 2 മണിക്കൂർ നേരം എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പ്രാവശ്യത്തെ ഫ്ലോട്ടുകളെ സംബന്ധിച്ചിടത്തോളം 59 ഫ്ലോട്ടുകളും 91 കലാരൂപങ്ങളുമാണ് ഉള്ളത്. സെലക്ട് ചെയ്തിട്ടാണ് ആളിനെ എടുത്തിട്ടുള്ളത്. എന്ന് മാത്രമല്ല ഗ്രീൻ പ്രോട്ടോക്കോൾ പൂർണ്ണമായി തന്നെ പാലിച്ചിട്ടുണ്ട്. ആശയങ്ങളും പ്ലോട്ടിൻ്റെ നിർമ്മാണത്തിലും ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ടായിരുന്നു ആദ്യം മുതൽ. അതുകൊണ്ട് കുറച്ച് ഭംഗിയുള്ള പ്ലോട്ടുകളായിരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എല്ലാ തരത്തിലും ഗവൺമെൻറ് ഇടപെടലുണ്ടായിട്ടുണ്ട്. എല്ലാ തരത്തിലും ഗവൺമെൻറ് ഇടപെടലുണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഇടപെടൽ കൂടുതലുണ്ടായിട്ടുണ്ട്. എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങളിൽ ഗവൺമെൻറ് ഇടപെട്ടിട്ടുണ്ട്. ഇന്ന് സാധാരണഗതിയിൽ ഉച്ചവരെയാണ് അവധി കൊടുക്കാറുള്ളത് വിദ്യാലയങ്ങൾക്ക്. ഇന്ന് ബസ്സിലൊക്കെ വരുന്ന കുട്ടികൾക്ക് അത് അസൗകര്യം ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇന്നിപ്പോൾ 100 കോർപ്പറേഷൻ വാർഡിൽ വരുന്ന വിദ്യാലയങ്ങൾക്ക് അവധി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഭിന്നശേഷിക്കാർക്ക് ഇരിക്കുന്നതിനുള്ള പ്രത്യേക സൗകര്യം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വിദേശികൾക്ക് ഇരിക്കുന്നതിനുള്ള പ്രത്യേക സൗകര്യം. മുഖ്യമന്ത്രിയും കുടുംബവും ഗവർണറും കുടുംബവും അടക്കമുള്ള ആൾക്കാർ ഈ ഫൈൻ ആർട്സ് ഹാളിൻ്റെ മുന്നിൽ തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേക ഇരിപ്പിടത്തിലിരുന്ന് ഇത് കാണും. അങ്ങനെ വളരെ കുറ്റമറ്റതായി ഉള്ള കാര്യം ചെയ്തിട്ടുണ്ട്. 10,000 പാസ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ആ പാസ് ഉള്ളതുകൊണ്ട് സീറ്റ് കിട്ടണമെന്നില്ല. കാരണം വെച്ചാൽ ഉച്ച മുതലേ ആൾക്കാർ വരും. പ്രത്യേകിച്ച് ഭിന്നശേഷിയുള്ളവരെയും അസുഖമുള്ളവരും പ്രായം ചെന്നവരെയൊക്കെ ഇരുത്താൻ വേണ്ടി ചെറുപ്പക്കാർ സഹകരിക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് പരാതിരഹിത ഓണമായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി കഴിയുന്ന ഓണാഘോഷ പരിപാടിയാണ്. ഏറ്റവും സൗന്ദര്യമുള്ള ഓണാഘോഷമായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഓണാഘോഷമാണ് ഇപ്രാവശ്യം നടത്തിയത്. എന്തായാലും മന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഒരു കുറ്റമറ്റ രീതിയിലേക്ക് തന്നെ ഓണാഘോഷ പരിപാടികൾ തിരുവനന്തപുരത്ത് അരങ്ങേറി. എന്തായാലും ഇന്ന് അതിൻ്റെ പരിസമാപ്തി കുറിക്കുകയുമാണ്. എന്തായാലും കുറ്റമറ്റ രീതിയിൽ തന്നെ പോലീസ് അടക്കമുള്ള സേന സുസജ്ജമാണെന്നുള്ളതാണ് മന്ത്രി പറഞ്ഞു വയ്ക്കുന്നത്.